രാത്രിയായപ്പോഴാണ് ഗൈസ് ഒടുക്കത്തെ വിശപ്പ്. പിന്നെ വിശപ്പിന് അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു രാത്രി വീട്ടുകാരെ ഒന്ന് വിശപ്പിക്കണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ തന്നെ ദോശ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ദോശേൻ്റെ മാവാണെങ്കിൽ ഇങ്ങനെ കുഴച്ചപ്പോൾ മുതലേ പണിയാണ്, കാരണം വെള്ളം കൂടിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒഴിക്കാനും അറിയത്തില്ല, അത് കറക്റ്റ് റൗണ്ടായിട്ട്. എന്നാൽ പിന്നെ ഒഴിച്ചത് പോട്ടെ, മറിച്ചിടുമ്പോഴെങ്കിലും ശരിയാവുമെന്ന് ചോദിച്ചാൽ മറിച്ചിട്ടപ്പോൾ പകുതി എന്താ ചട്ടുവത്തിലിരിക്കുന്നു. ദോശയോടെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ ദോശയൊക്കെ ചുട്ട് ഗൈസ്. എങ്ങനെയൊക്കെ ഫൈനലി യുദ്ധത്തിന് ശേഷം ദോശ റെഡി. അങ്ങനെ ഒരു ജഗ് വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ ദോശ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ അവനെ കൊണ്ട് കഴിപ്പിച്ചു നോക്കാന്ന് വെച്ചാൽ, കാരണം അവനാണ് എനിക്ക് റൗണ്ടായിട്ട് ദോശ ചുട്ട് തന്നത്. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞ് എന്തായാലും സൂപ്പറായിട്ടുണ്ട്, നീ കഴിച്ചോക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഗൈസ് എനിക്ക് ആ സത്യം മനസ്സിലായത്, ഞങ്ങൾ ദോശ മാവ് കഴിച്ചപ്പോഴത്തേനും അതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ദോശ നല്ല ബേശായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുളക് പൊടിയും വല്ലാണ്ട് കൂടിപ്പോയി. പിന്നെ എന്ത് പറയാൻ, കഴിച്ചിട്ട് ഞങ്ങൾ കയറി